ഹായ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പാൻ കാർഡുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. പാൻ 2.0 എന്നുള്ളത് നിങ്ങളിൽ പലരും മീഡിയാസിലൂടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് നമ്മളുടെ പഴയ പാൻ കാർഡെല്ലാം ഇൻവാലിഡ് ആയിട്ട് പോകുമോ, പുതിയ ഈ 2.0 എല്ലാവരും പുതുതായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ടോ, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാൻ 2.0മായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ്. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഈ പാൻ 2.0 എന്നുള്ളൊരു കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയൊരു റീവാംപ്ഡ് സിസ്റ്റം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് പാൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം പലപ്പോഴും പാൻ കാർഡ് അല്ലെങ്കിൽ ടാൻ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് ഒക്കെ പല പല പ്ലാറ്റ്ഫോമുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇൻറ്റിഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനാണ് ഈ പാൻ 2.0 ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതൊരു പേപ്പർലെസ് ആയിട്ട് സീംലെസ് ആയിട്ട് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പാൻ 2.0 എന്നുള്ളൊരു സിസ്റ്റം മാൻഡേറ്ററി ആണോ? അതായത് നിങ്ങളെല്ലാവരും പഴയ പാൻ കാർഡുള്ള എല്ലാവരും ഈ പുതിയ പാൻ 2.0യിലേക്ക് മാറേണ്ടതുണ്ടോ? അതായത് നമ്മളെല്ലാവരും പുതിയ പാൻ 2.0 എടുക്കേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ മാൻഡേറ്ററി അല്ല. അതായത് പാൻ 2.0 എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ പാൻ കാർഡ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് ഒരു കറക്ഷൻ ഉണ്ട്, നിങ്ങളുടെ പഴയ പാൻ കാർഡുകളിൽ നിങ്ങൾക്ക് കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പുതിയൊരു സിസ്റ്റത്തിലൂടെ വേണമെന്നുണ്ടെങ്കിൽ കറക്ഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. പുതിയ നമ്മളുടെ പാൻ 2.0 ഒരു ഡൈനാമിക് QR കോഡ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഈ ഡൈനാമിക് QR കോഡ് സിസ്റ്റം? ഇപ്പോഴും നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള പാൻ കാർഡുകളിലൊക്കെ QR കോഡ് ഉണ്ട്. പക്ഷേ എന്താണ് ഈ ഡൈനാമിക് QR കോഡിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്? നിങ്ങളുടെ പാൻ കാർഡിലുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഈ ഡൈനാമിക് QR കോഡിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നിങ്ങളുടെ പാൻ കാർഡ് കറക്റ്റ് ഇൻഫർമേഷൻ ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൊരു ഒരു സെക്യൂരിറ്റി ഈ ഡൈനാമിക് QR കോഡ് കൊണ്ടുവരുന്നു. അപ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ കയ്യിലുള്ള പഴയ പാൻ കാർഡ്, അതായത് QR കോഡ് ഒന്നും ഇല്ലാത്ത പഴയ പാൻ കാർഡ് വാലിഡ് ആണോ എന്നുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള പഴയ പാൻ കാർഡ് എല്ലാം വാലിഡ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഡൈനാമിക് QR കോഡ് എന്ന് പറയുന്നത് ഒരു ആഡഡ് ഫീച്ചർ മാത്രമാണ്. നമ്മളുടെ പാൻ 2.0യുടെ ഒരു ആഡഡ് ഫീച്ചർ മാത്രമാണ്. അതല്ലാതെ അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങളുടെ പഴയ പാൻ കാർഡെല്ലാം വിത്തൗട്ട് QR കോഡുള്ള നിങ്ങളുടെ പഴയ പാൻ കാർഡെല്ലാം വാലിഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ പാൻ കാർഡുകളെല്ലാം, അതായത് QR കോഡുകൾ ഇല്ലാത്ത പഴയ പാൻ കാർഡുകളെല്ലാം വാലിഡ് ആണ്. നിങ്ങൾ പുതിയ പാനിലേക്ക് മാറണം എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ മാൻഡേറ്ററി അല്ല. നമ്മളുടെ പുതിയ സിസ്റ്റം പാൻ 2.0 ഒരു ക്വിക്ക് ഡെലിവറി ഓഫ് പാൻ കാർഡ് എൻഷുർ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റിവാംപ്ഡ് സിസ്റ്റമാണ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഈസി, ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പാൻ കാർഡ് ഡെലിവറി നിങ്ങളുടെ ഇമെയിലിലേക്ക്, വളരെ ക്വിക്കായിട്ടുള്ള ഒരു പാൻ കാർഡ് ഡെലിവറി നിങ്ങൾക്ക് ഈ പാൻ 2.0 നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പാൻ 2.0 ഒരു യൂണിഫൈഡ് പോർട്ടലിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ യൂണിഫൈഡ് പോർട്ടൽ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇപ്പോൾ നമ്മളുടെ പാൻ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഈ ഫയലിംഗ് സൈറ്റാണ്. ഇനി നമുക്കൊരു കറക്ഷൻ വേണം എന്ന് കരുതും, നിങ്ങളുടെ പാൻ കാർഡിൽ ഒരു കറക്ഷൻ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു പോർട്ടലായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പാൻ അതുപോലെ തന്നെ ടാൻ റിലേറ്റഡ് സർവീസസ് ഒക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ടാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു പോർട്ടലാണ്. അപ്പോൾ ഈ പാൻ ടാൻ റിലേറ്റഡ് സർവീസസ് ഒക്കെ മൾട്ടിപ്പിൾ പോർട്ടലുകളിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ സിസ്റ്റം നമ്മളുടെ പാൻ 2.0 ഈ യൂണിഫൈഡ് പോർട്ടൽ ഇത് എല്ലാം സിൻക്രണൈസ് ചെയ്തുകൊണ്ട്, എല്ലാം ഇൻറ്റിഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരൊറ്റ പോർട്ടലിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് യൂണിഫൈഡ് പോർട്ടലിൻ്റെ ഒരു കീ ഫീച്ചർ എന്ന് പറയുന്നത്. പാൻ 2.0 ഇഷ്യൂ ചെയ്യുന്ന പാൻ കാർഡുകളെല്ലാം ഫ്രീ ആണോ എന്നുള്ളത് പലരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഫ്രീ ആണ്. നിങ്ങൾക്ക് പാൻ 2.0 ഇഷ്യൂ ചെയ്യുന്ന പാൻ കാർഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷേ നിങ്ങൾക്ക് അതൊരു ഡിജിറ്റൽ ഫോർമാറ്റിലായിരിക്കും അവൈലബിൾ ആയിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലിലായിരിക്കാം ചിലപ്പോൾ അത് മിക്കവാറും ഡെലിവറി ആയിട്ട് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫിസിക്കൽ കോപ്പി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 50 റുപ്പീസിൻ്റെ ചലാൻ അടച്ചുകൊണ്ട് പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫിസിക്കൽ കോപ്പി നിങ്ങളുടെ വീടുകളിലേക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ്, അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് ലഭിക്കുന്നതാണ്. ചില ആളുകളൊക്കെ മൾട്ടിപ്പിൾ പാൻ കാർഡ് ഹോൾഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് 2ഓ അതിൽ കൂടുതലോ ഒക്കെ പാൻ കാർഡ് ഉള്ള ആളുകളുണ്ട്. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, അപ്പോൾ നമ്മളുടെ പാൻ 2.0 റിലീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ 2ഓ അതിലധികമോ പാൻ കാർഡൊക്കെ ഹോൾഡ് ചെയ്യുന്നത് ആക്ച്വലി ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഡീആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കേണ്ടതാണ്. നിങ്ങൾ ലീഗലി നിങ്ങൾക്ക് ഒരു പാൻ കാർഡ് മാത്രമാണ് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഈ ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതുപോലെയുള്ള മൾട്ടിപ്പിൾ പാൻ കാർഡ് ഇഷ്യൂസ് ട്രേസ് ഔട്ട് ചെയ്യാനായിട്ട് പാൻ 2.0 വളരെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ പാൻ കാർഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പാൻ കാർഡ് മാത്രം സെലക്ട് ചെയ്തിട്ട്, പ്രൈമറി ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പാൻ കാർഡ്
കാർഡ് മാത്രം സെലക്ട് ചെയ്തിട്ട് ബാക്കി എല്ലാ പാൻ കാർഡുകളും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സറണ്ടർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പാൻ 2.0 ഗവൺമെൻറ് റിലേറ്റഡ് സർവീസസുമായിട്ട് എങ്ങനെയാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം, പലപ്പോഴും ഈ ഗവൺമെൻറ് റിലേറ്റഡ് സർവീസസ് ആയിട്ട് നമുക്ക് ഒരുപാട് ഐഡൻറ്റിറ്റികളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ IEC കോഡ്, GST രജിസ്ട്രേഷൻ, ഇങ്ങനെ ഒരുപാട് രജിസ്ട്രേഷൻ നമ്പറുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ തന്നെ ഒരുപാട് ഐഡൻറ്റിറ്റി കാർഡുകൾ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് പാൻ 2.0 ഒരു പരിധി വരെ ഈ ഒരു മൾട്ടിപ്പിൾ കാർഡുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റി കാർഡുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഒരു ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാർഡ്, ഒരൊറ്റ പാൻ കാർഡ് എന്നുള്ളൊരു സിസ്റ്റത്തിലേക്കാണ് പതുക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാൻ 2.0 ആധാർ പാൻ കാർഡ് ലിങ്കിങ് സർവീസസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളുടെ യൂണിഫൈഡ് പോർട്ടലിൽ തന്നെ ആധാർ പാൻ കാർഡ് ഇൻറ്റഗ്രേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാൻ ആധാർ ലിങ്കിങ് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. പാൻ 2.0 പുതിയ സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് ഒരു പാൻ കാർഡിന് അപ്ലൈ ചെയ്തുകൊണ്ട്, അതായത് പുതിയ സിസ്റ്റത്തിലേക്കുള്ള ഒരു മൈഗ്രേഷനിലൂടെ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പാൻ 2.0 പുതിയ ഒരു പാൻ കാർഡിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു പുതിയ പാൻ നമ്പർ ഇഷ്യൂ ചെയ്യുന്നതല്ല. അതായത് നിങ്ങളുടെ പഴയ പാൻ കാർഡ് പുതിയൊരു സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു എന്ന് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങളുടെ പാൻ കാർഡ് സെയിം തന്നെയായിരിക്കും. ഒരു QR കോഡുള്ള, ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു QR കോഡുള്ള, ഡൈനാമിക് QR കോഡുള്ള ഒരു പുതിയ പാൻ കാർഡ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാൻ 2.0മായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മാൻഡേറ്ററി അല്ല. നിങ്ങൾ പാൻ 2.0 മൈഗ്രേറ്റ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുമാത്രമല്ല, നിങ്ങളുടെ പാൻ കാർഡ് ചേഞ്ച് ആവുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പുതിയ പാൻ സിസ്റ്റത്തിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ഒരു QR കോഡുള്ള, ഒരു ഡൈനാമിക് QR കോഡുള്ള ഒരു പുതിയ പാൻ കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് മാത്രം. അത് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ പാൻ കാർഡിലേക്ക് നിങ്ങൾക്ക് മാറാനുള്ള സൗകര്യമാണ് പാൻ 2.0 നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.